ജന്മന ഓട്ടിസം ബാധിച്ച ഏക മകൾ സുമിജയ്ക്ക് ചികിത്സ പോലും നൽകാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് മാതാപിതാക്കൾ. സാമ്പത്തിക പ്രയാസം മൂലം ഏക മകളുടെ ചികിത്സ വഴിമുട്ടിയതോടൊപ്പം വീടിന് ജപ്തി ഭീഷണി കൂടിയായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം തള്ളി നീക്കുകയാണ് കോഴിക്കോട് ഒളവണ്ണ സ്വദേശികളായ രാജനും സുമയും. സുമിജയുടെ അച്ഛൻ രാജന്റെ വാർദ്ധക്യകാല പെൻഷനും സുമിജയുടെ വികലാംഗ പെൻഷനുമായിരുന്നു കുടുംബത്തിന്റെ പ്രധാന വരുമാനം. മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ഇപ്പോൾ ഇവർക്ക് മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. രാജനെ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒന്നിനും തികയാത്തത് മൂലം വർഷങ്ങളായി സുമിജയുടെ ചികിത്സയും നിർത്തിവെച്ചിരിക്കുകയാണ്. ഡോക്ടർമാരെയൊക്കെ കാണിച്ച് കഴിയുന്നമാതിരിയുള്ള ചികിത്സ ഒക്കെ ചെയ്തു. പിന്നെ അങ്ങനെ 10-15 വയസ്സ് വരെ ഞങ്ങൾ കാണിച്ച് മരുന്നുകളുമായിട്ട് നടക്കുക പല ഡോക്ടർമാരുടെ അടുത്തേക്കൊക്കെ. പിന്നെ ഞങ്ങൾ കൂടുതൽ നോക്കാൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഇവർക്ക് ഹോട്ടൽ പണിയാണ്, പെട്ടെന്ന് തുച്ഛമായ പൈസയല്ലേ കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യണമൊക്കെ ഞങ്ങൾ നിർത്തി. ഇപ്പം മരുന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഡോക്ടർമാർ തന്നെ തടിച്ചവന് വളർച്ച കുറവാണ്, ക്രമനാല് നന്നായാൽ നന്നാവും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും കഴിയണില്ല. ബാത്റൂമൊക്കെ പൊട്ടി പൊളിഞ്ഞ് നാറി കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനായിട്ട് പോകും. ഞാനും ഇത് എന്നാ വീഴുകയെന്നറിയില്ല, അത്തോതിലായിരിക്കും. മെയിനായിട്ട് ബാത്റൂമാണ് വേണ്ടിയത്. ബാത്റൂം വേണം. പിന്നെ വീടിൻ്റെ 3 ഭാഗമൊക്കെ തേക്കായിട്ട് പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ മാളായിട്ട് ഉള്ളിൽ പ്രാണികൾ ഞങ്ങൾ രാത്രി ഇവിടെ കിടന്നാൽ ആ പ്രാണികളൊക്കെ അകത്തേക്ക് വരിക. അതുപോലെ ഇനി കുത്തനാൾ ഇതാ ചെവിൻ്റെ ഇവിടെയൊക്കെ കുത്തിയിട്ട് ചെവിയൊക്കെ ഒന്നായിട്ട് വീങ്ങിനി. അവിടെ കുറേ കാലം വരെ ആ ചെവിയായിട്ട് കിടന്ന് കളിക്കി. ഓരോ പ്രാണി ഒന്ന് കുത്തിയിട്ട് അത്തോതിലാണ്. പിന്നെ ഇങ്ങനെ ബാങ്കിൽ കടങ്ങനാണ് ഒരു 1.5 ലക്ഷം രൂപ കടമുണ്ട്. അത് ഇതിന് മുന്നേ വീട് നന്നാക്കാൻ വേണ്ടി ചെത്തി തേക്കാനൊക്കെ ആയിട്ടാന്ന് എടുത്തത്. എടുത്തിട്ട് 5-8 കൊല്ലമായി. അപ്പം അതിങ്ങനെ കുറേശ്ശെ അതിനും അടയ്ക്കും. ഇപ്പം ചിലപ്പോൾ അങ്ങനെ അടച്ചടച്ചിപ്പോൾ എല്ലാം പൈസ ഒന്നും ആവുന്നില്ല. മകളുടെ ചികിത്സ തുടർന്ന് കൊണ്ടുപോകുന്നതിനോടൊപ്പം ജപ്തി ഭീഷണിയില്ലാതെ സ്വന്തം വീട്ടിൽ ഉറങ്ങണമെന്നത് മാത്രമാണ് ഇവരുടെ സ്വപ്നം. ജനം, കോഴിക്കോട്.